ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്ക വിളയിച്ചതാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ 2 അച്ച് ശർക്കരയും പിന്നെ ഇതേപോലെ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ശർക്കര പാനിയാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ തിളച്ച് വന്ന് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണമാക്കി അരിഞ്ഞ ചക്ക കഷ്ണങ്ങളാണ്. നമ്മളിവിടെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുക്കണം. ഇതിലാണ് കേട്ടോ നമ്മൾ ചക്ക വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതുപോലെ ചക്ക മുങ്ങുന്ന പാകത്തിൽ നമ്മൾ ഈ ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്നാലാണ് ആ ചക്ക വേവുമ്പോൾ ശർക്കര ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ പകുതി വെന്ത് വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതിലുള്ള ഈ വെള്ളം നന്നായി വറ്റി വരണം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇതേ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിടാം, അല്ലെങ്കിൽ ആ പാത്രത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ പരുവായി കഴിഞ്ഞാൽ 1 സ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇപ്പം ഈ ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചെറിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ നാളികേരം ചുക്കുപൊടിയൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. ചുക്കുപൊടി ഈ അളവിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഭയങ്കര കുത്താവും, പിന്നെ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഇതിപ്പോൾ നന്നായി വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഫൈനലി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2-3 ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഫുള്ള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് നമ്മളെ ചക്ക വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ അത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.